ഈ വേൾഡ് കപ്പ് ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ച് നല്ല ഫുട്ബോൾ ബേസ്ഡ് സിനിമകളുണ്ട്. അതിൽ ആദ്യത്തെ ഗോൾ എന്ന് പറഞ്ഞൊരു പടമാണ്. ഇതൊരു 2, 3 പാർട്ടുണ്ട് ഈ ഒരു പടത്തിന്. 2005 ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്നത്. ഇതൊരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായിട്ട് മാറുന്നത് എന്നുള്ള ആളുടെ ഒരു കമ്മിങ് ഓഫ് ഏജ് പോലെ ഒരു ജേണിയാണ് ഫുള്ളായിട്ട് കാണിക്കുക. ഒരു നോർമൽ ചെറിയ ക്ലബ്ബായിരിക്കും. അതിൽ നിന്ന് മറ്റേ ക്ലബ് ഫുട്ബോളിലേക്ക് കയറും. റയലിലേക്കൊക്കെ പോകും സെക്കൻഡ് പാർട്ടിലേക്ക്. അത് കഴിഞ്ഞ് തേർഡ് പാർട്ടിൽ ഐ തിങ്ക് വേൾഡ് കപ്പ് കളിക്കാൻ പോകും. അങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള സെറ്റപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണുന്നത് മിക്കതും റിയൽ പ്ലെയേഴ്സാണ്. നമ്മുടെ ഫിഫയായിട്ട് കൊളാബ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു പടം എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് വെറുതെ ഒരു പടം എന്ന രീതിയിലല്ല. മിക്കതും ഇപ്പോൾ നമുക്ക് ബെക്കാമും സിഡാനും അങ്ങനെ ഒട്ടുമിക്ക എല്ലാ വലിയ വലിയ പ്ലെയേഴ്സിനെ നമുക്ക് ഈ സിനിമയിൽ കാണാം. അവർ ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെ കാണാം. ഇവരുടെ കൂടെ ആയിരിക്കും കളിക്കുക. ചിലപ്പോൾ ഡയലോഗ്സ് ഉണ്ടാവും, ചിലപ്പോൾ അവർ തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ നല്ല രസമാണ് ഇത് കാണാൻ. അതായത് നമ്മളിപ്പോൾ ഈ മറ്റേ മാനേജർ മോഡൊക്കെ കളിക്കില്ലേ, മാനേജർ മോഡ് നമ്മുടെ ഒരു കരിയർ മോഡൊക്കെ കളിക്കില്ല നമ്മൾ മറ്റേ പെസ്സിലും ഫിഫയിലൊക്കെ നമ്മൾ ഗെയിമിൽ. അതേ സെറ്റപ്പ് തന്നെയാണ്. അതായത് നമ്മളൊന്നും അല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു മെയിൻ പ്രൊഫഷണൽ ഫുട്ബോളറായിട്ട് മാറുക, നമ്മളങ്ങനെ കരിയർ ബിൽഡ് ചെയ്തെടുക്കില്ല. ആ ഒരു സെറ്റപ്പാണ്. നല്ല മേക്കിംഗ് ആണ്. നല്ല ഗൂസ് ബം മൊമെന്റ്സ് ഒക്കെ തരുന്ന കുറേ നല്ല സീക്വൻസുകളൊക്കെ ഉള്ള ഒരു പടമാണ്. സോ ഗോൾ തീർച്ചയായിട്ടും നോക്കുക. 3 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെക്കൻഡും തേർഡും കണ്ടു നോക്കുക. മൂന്നിൽ ഐ തിങ്ക് ക്യാരക്ടർ ചേഞ്ച് എന്തുകൊണ്ട്, തേർഡിൽ അതേ ആക്ടർ അല്ലാന്ന് തോന്നുന്നു. ഫസ്റ്റ് സെക്കൻഡ് അടിപൊളിയാണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ദെൻ പെലെ എന്ന് പറഞ്ഞ പടമുണ്ട്. നമുക്ക് ഒട്ടും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പടമാണ്. നമ്മുടെ പെലയുടെ ഒരു ബയോപിക് പോലെ എടുത്ത പടമാണ്. ഇത് 2016 ഇറങ്ങിയ പടമാണ്. ഇത് പെലയുടെ ബേസ് ചെയ്തിട്ട് വേറെ കുറേ ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ട്. അതല്ല ഇത് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് അല്ല, മറ്റേ അഡാപ്റ്റേഷൻ ആയിട്ട്, അതായത് ബയോപിക് പോലെ എടുത്തിട്ടുള്ളൊരു പടം. ഇതിൽ ഓൺ ഫീൽഡിനേക്കാൾ കൂടുതൽ ബയോപിക് ആയതുകൊണ്ട് ആളുടെ ആ ഒരു ജേണിയും ആളുടെ ഒരു ലൈഫിൻ്റെ സ്റ്റോറിയൊക്കെയാണ് കൂടുതലായിട്ട് കേന്ദ്രീകരിച്ച് കാണിക്കുക. ഇപ്പോൾ ഞാൻ കമ്പാരിറ്റീവ്ലി നേരത്തെ പറഞ്ഞ ഗോൾ എന്ന് പറഞ്ഞ പടത്തിൽ നമ്മൾ ഓൺ ഫീൽഡിൽ കുറേ നല്ല കളികളും കാര്യങ്ങളൊക്കെ കാണുന്നെങ്കിൽ ഇതിൽ ആ മൂപ്പറുടെ കരിയറിലെ ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുക. ബാക്കി മൂപ്പറുടെ ആ ഒരു ലൈഫ് ജേണി. ആൻഡ് വേറൊന്ന് ടേക്ക് ദ ബോൾ പാസ് ദ ബോൾ എന്ന് പറഞ്ഞൊരു പടമല്ല, അത് ആക്ച്വലി ഒരു ഡോക്യുമെൻ്ററി ആണ്. പക്ഷേ അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയില്ല, അതിനപ്പുറത്തുള്ള സാധനമാണ്. ചില മാച്ചസ് നമ്മൾ പറയാറുണ്ട്, ഒരു സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ റോളർ കോസ്റ്റർ കുറേ സാധനങ്ങൾ തരുന്ന കുറേ മാച്ചസ് ഉണ്ട് ഫുട്ബോളിൽ. റീസെൻ്റ്ലി ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ തന്നെ നമ്മൾ അങ്ങനത്തെ കുറേ മാച്ചസ് കണ്ടു. ഇതെന്ന് പറഞ്ഞാൽ 2008 മുതൽ 12 വരെ ബാർസലോണയിൽ മറ്റേ പെപ് ഗാർഡിയോള കോച്ചായിട്ട് വന്നിട്ടുള്ള ഒരു മാനേജറായിട്ട് വന്ന സമയത്തുള്ള ഒരു ബാർസലോണയുടെ ആ ഒരു പീക്ക് ടൈമാണ് കാണിച്ചു തരിക. മറ്റേ ടിക്കിട്ടാക്ക ഗെയിം കളിച്ച് ഇവർ ടേക്ക് ദ ബോൾ പാസ് ദ ബോൾ എന്നതിൻ്റെ പേര് തന്നെ അതാണ്. മറ്റേ മെസ്സി ഫാൻസിനും ബാർസ ഫാൻസിനൊക്കെ അത് എന്താ പറയുക, തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെയാണെന്ന് പറയാം. കാരണം ഭയങ്കര അധികം നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന, നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഗെയിമിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളും അതെങ്ങനെയാണ് അവർ ആ ഒരു പ്രോപ്പർ സ്ട്രക്ചറിങ്, വേൾഡിലെ ബെസ്റ്റ് പ്ലേ അവർ നടത്തിയത് ഓൺ ഫീൽഡിൽ എന്നുള്ളതൊക്കെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇപ്പോൾ റയൽ ഫാൻസിനൊക്കെ ഭയങ്കര ആ രീതിക്കൊന്നുമില്ല, നമ്മൾ ഗെയിമിന് ഇഷ്ടപ്പെടുന്നവർ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ബാർസ ഫാൻസിന് വേണ്ടിയുള്ള പടം, ഇത് റയൽ ഫാൻസിന് അങ്ങനെയൊന്നുമല്ല. ആ കളി ആ ടൈമിൽ ബാർസ കളിച്ച കളി എല്ലാവർക്കും ഒരേപോലെ, അതായത് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ചേരുതിരിവില്ലാതെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതിനെ ഡയറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നൊരു പടമാണ്. ഒരു ഡോക്യുമെൻ്ററി മോഡലൊരു സാധനമാണ് ടേക്ക് ദ ബോൾ പാസ് ദ ബോൾ. ഫുട്ബോളിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. ദെൻ ബെൻഡിറ്റ് ലൈക്ക് ബെക്കാം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. നമ്മുടെ കീറാൻ നായിറ്റ്ലിയില്ലേ, നമ്മുടെ മറ്റേ പൈരറ്റ്സ് ഓഫ് ദി കരീബിയനിലൊക്കെ ഉള്ള ആ ആളുടെ പടമാണ്. ഒരു ചെറിയ പടമാണ്. ഒരു ഇന്ത്യൻ ബേസ്ഡ് സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയിൽ നിന്നൊരു പഞ്ചാബി പെൺകുട്ടി ഈ ഫുട്ബോളിൽ നിന്ന് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞ് പോകുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒരു ചെറിയ പടമാണ്. ദെൻ സിൽവർസ്റ്റർ സ്റ്റാലിനൊക്കെ ഉള്ളൊരു പടമുണ്ട്, എസ്കേപ്പ് ഫ്രം വിക്ടറി. ഇതൊരു 81 ഇറങ്ങിയ പടമാണ്. ഇത് ആക്ച്വലി ഒരു ഹിസ്റ്റോറിക്കലി അക്യുറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ഹിസ്റ്ററി ബേസ്ഡ് സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഈ ജർമ്മൻ സോൾജേഴ്സ് പിടിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ ഈ ജർമ്മൻ ടീം ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കിയിട്ട്, നമ്മളിപ്പോൾ ഈ ഒരു ടീം നമ്മൾ വേറെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്, അലമ്പ് കുറേ സിനിമകൾ മലയാളത്തിലടക്കം. അങ്ങനത്തെ ഈ മറന്നുപോയി ആ പടം, നമ്മുടെ മഞ്ജു വാര്യർ മറ്റേ കോച്ചായിട്ട് വരുന്ന സാധനമൊക്കെ. ഇത് ആക്ച്വലി ഇതാണ് പടം. അങ്ങനെ ഈ പ്രിസൺ ക്യാമ്പിലുള്ള കുറച്ച് പ്രിസണേഴ്സ് ഒരു ടീമും, ഓപ്പോസിറ്റ് ജർമ്മൻകാർ കുറച്ച് ടീമും, നമ്മുടെ പഴയ ലഗാൻ പടമില്ല അതുപോലെ തന്നെ. അതായത് ജയിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാം, അതായത് ജയിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻകാർ നാട് വിട്ടു പോകുമെന്ന് പറഞ്ഞാൽ ആൾട്ടഡ് ഹിസ്റ്ററിയുള്ള നമ്മുടെ ലഗാൻ പടം പോലെ തന്നെ ഫുട്ബോളിനെ ബേസ് ചെയ്ത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ കളിക്കുന്ന ഒരു കളിയാണ് എസ്കേപ്പ് ടു വിക്ടറി. അതിൻ്റെ ഇടയിൽ അവർ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് കണ്ടുവെക്കാം. നമ്മുടെ പെല ഞാൻ മറ്റേ ബയോപിക്കിൻ്റെ കാര്യമല്ല, റിയൽ പെലെ, മൈക്കിൾ കെയ്ൻ, നമ്മുടെ സിൽവർസ്റ്റർ സ്റ്റാലോൺ എല്ലാവരും വന്നിട്ടുള്ളൊരു പടമാണ്. എല്ലാവരും കണ്ടിട്ടുള്ളൊരു പടമായിരിക്കും ഷാവലിൻ സോക്കർ. നമ്മുടെ പണ്ട് സ്റ്റാർ മൂവീസിലും മറ്റേ ഒട്ടുമിക്ക എല്ലാ ദിവസവും ഇടുന്ന പടമായിരുന്നു. ലിറ്ററലി എല്ലാ ദിവസവും ഈ പടം ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു വട്ടം ഉണ്ടാവും. അത്ര ഭയങ്കരധികം പോപ്പുലർ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇത് കുറച്ച് ഫൺ ഫിൽഡ് ആയിട്ടുള്ള, കോമഡിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നോർമൽ നമ്മൾ കാണുന്ന റിയൽ ഫുട്ബോൾ അല്ല,
കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു സാധനമായിരുന്നു ഷാവലിൻ സോക്കർ. പക്ഷേ കണ്ടിരിക്കാൻ നല്ല രസമുള്ള കുറേ നല്ല ഐക്കോണിക് സാധനങ്ങളുള്ള ഇപ്പോഴും നമുക്കൊരു നൊസ്റ്റാൾജി തരുന്ന രീതിയിലുള്ളൊരു പടമാണ് ഷാവലിൻ സോക്കർ. അതും നല്ലൊരു ഫുട്ബോൾ ബേസ്ഡ് സിനിമയാണെന്ന് പറയും. ദെൻ കുറേ ഡോക്യുമെൻ്ററീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ലൈവ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ബയോപിക് പോലത്തെ പടങ്ങളായിരുന്നെങ്കിൽ മെസ്സിയുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് 2014 പുറത്തിറങ്ങിയത്. ഇതേപോലെ തന്നെ റൊണാൾഡോ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ട് 2015 ഇറങ്ങിയത്. ക്രിസ്ത്യാനോ ഫാൻസിനൊക്കെ തീർച്ചയായിട്ടും കണ്ടാൽ നമുക്ക് അറിയാത്ത കുറേ സാധനങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരും. ആളുടെ ആ ഒരു പഴയ പാസ്റ്റും എങ്ങനെയാണ് വന്നതെന്നൊക്കെയുള്ള. അതായത് ഈ രണ്ട് പിന്നെ മറഡോണയുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് 2019 പുറത്തിറങ്ങിയത്. മറഡോണയെ ബേസ് ചെയ്ത് ഐ തിങ്ക് കുറേ ഉണ്ട്. അതിൽ ഈ 19 പുറത്തിറങ്ങിയത് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തോന്നി. സോ ഈ 3 ഉണ്ട്. മെസ്സിയുടെയും റൊണാൾഡോയുടെയും മറഡോണയുടെ 3 ഡോക്യുമെൻ്ററി. ദെൻ ടെഡ് ലാസോ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ആപ്പിൾ TV പ്ലസിലൂടെ പുറത്തിറങ്ങിയ സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ സിനിമകളായിരുന്നു, ഇത് സീരീസാണ്. ഇതിൻ്റെ ഐ തിങ്ക് 1-2 സീസണുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സീസൺ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഒരു ഒരാളൊരു മാനേജറായിട്ട് ഒരു ക്ലബിലേക്ക് പോകുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു ഹ്യൂമറസ് ടച്ചോട് കൂടി ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളൊരു ഫീൽ ഗുഡ് മോഡിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന പറ്റുന്നില്ല. അല്ലാതെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഗോൾ പടം കാണുന്ന പോലെ ആ ഒരു കരിയർ ബിൽഡ് ചെയ്ത് പോകും ആ ഒരു സെറ്റപ്പ് ഒന്നും അല്ല. ഈ ടെഡ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ ഒരു പ്രീമിയർ ലീഗ് ടീമിൻ്റെ കോച്ചായിട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ് കാണിച്ചത്. ആപ്പിൾ TV പ്ലസ് ആണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി അറിയാമല്ലോ, ക്വാളിറ്റിയിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവില്ല. സോ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം തോന്നിയിട്ടുള്ള കുറച്ച് ഫുട്ബോൾ ബേസ്ഡ് സാധനങ്ങൾ. ഇതല്ലാതെ വേറെ കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഇത്രേ കണ്ടിട്ടുള്ളൂ. ഇതിൽ മാത്രം എനിക്കൊരു പിന്നെ കുറച്ച് ഡോക്യുമെൻ്ററീസ് ഒക്കെ. സോ ഈ ലിസ്റ്റ് പറഞ്ഞ പടങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ദെൻ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല ഫുട്ബോൾ സിനിമകൾ ഇതിൽ ഏതെങ്കിലും ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.